ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളൊരു സത്യം പറയാം പാറു, ഞാൻ ഈ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും പെട്ടെന്ന് ഉണ്ടാക്കിയ പാടാം. അത് അഹങ്കാരം പറയുകയല്ല, ദൈവമേ എന്നോട് ക്ഷമിക്കണം. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ് എല്ലാ പാട്ടുകളും. അത് സാർ പ്രത്യേകിച്ച് നമ്മളോട് പറയേണ്ട കാര്യമില്ല. അതല്ല മഞ്ചേരി, അതിൽ വേറൊരു കാര്യം പറയാം. ഞാൻ ഒരു പാട്ടിന് കിടന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് കമ്പോസ് ചെയ്യാൻ. ഈശ്വര സാർ എൻ്റെ ആദ്യത്തെ ഞാൻ ഈ അത് ക്ഷണക്കത്ത് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഒരു തമിഴ് ഫിലിം വൈരമുത്ത് സാറ് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ വന്നിട്ട്, അപ്പോൾ അണ്ണാ അതിൽ ഒരു ക്യാബറ ഡാൻസിൻ്റെ പാട്ട് വേണം. എന്നെ കൊണ്ട് പറ്റുന്നതേ ഇല്ല. എനിക്ക് ഏത് രാഗത്തിൽ വേണം, അതിൽ ഗ്രഹഭേദം വേണോ എന്നൊക്കെ ആലോചിച്ചിട്ടേ ഈ ഒരു സംഭവം എൻ്റെ തലയിൽ വരുന്നതേലടാ. 7 ദിവസമായി. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ആരഭിരാഗത്തിൽ എന്തോ ഒരു ഐറ്റം നമ്പർ ചെയ്തു. ഞാൻ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് അവർക്കൊക്കെ ഇഷ്ടമായി. പക്ഷെ അതിനകത്ത് ഒരു ഐറ്റം നമ്പർ ഇല്ല. അതിനകത്ത് കൂടുതൽ കേൾക്കുമ്പോൾ ഭക്തിയാണ് തോന്നുന്നത്. കാര്യം എനിക്ക് അന്ന് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഒരു എന്താ പറയുക, ഒരു 17 വയസ്സ് സമയത്ത് ഇതിനൊരു ക്യാമറ കാണാൻ പോകാൻ പറ്റും അല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇവിടെ തന്നെ. അപ്പം അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എന്ത് പറഞ്ഞാലും ദൈവം സഹായിച്ച്. അല്ല, നമ്മളിപ്പോ രാജാ സാറിന്റെ കാര്യം പറയാറുണ്ട്. സാർ പെട്ടെന്നാണ് പാട്ടുകൾ സാറുമായിട്ടൊന്നും ഒരു കമ്പാരിസൺ ഇല്ല. ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ലൈവായിട്ട് പെട്ടെന്ന് കമ്പോസ് ചെയ്യുന്ന ഒരു കമ്പോസർ സാർ നേരിട്ട് കണ്ടിട്ടുള്ളത് ആരായിരിക്കും? രാജാ സാറ്. രാജാ സാർ അല്ലാതെ പാട്ട് ചെയ്യുന്ന MSV സാറ്, രവീന്ദ്ര മാഷ്, ഇവരൊക്കെ പെട്ടെന്ന് ജോൺസേട്ടനൊക്കെ റീ റെക്കോർഡിങ് ചെയ്യുന്നത് കണ്ട് നമ്മൾ പേടിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊന്നും ഡൗട്ടില്ല, ഈ സംശയങ്ങളൊന്നുമില്ല. എല്ലാവരും പെട്ടെന്ന് ഇതൊക്കെയാണ് നേരിട്ട് കണ്ടു. മറ്റുള്ളവരൊക്കെ അസാധ്യമായിട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ രാജാ സാറ്, MSV സാറ്, നമ്മുടെ മണിയേട്ടൻ റീ റെക്കോർഡിങ് എക്സ്പേർട്ടാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി, അയ്യോ ഒരു നിവർത്തിയില്ല, ചുമ്മാ എടുത്തു വെച്ച് അങ്ങ് പാടിക്കളവിടാ. അതിപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എഴുത്തെഴുതി വല്ലവർക്കും വന്ന് എഴുത്തു കൊടുത്ത സ്വാമി ഇതാണ് പുതിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ചങ്കോ നിൻ്റെ എന്ന് പറഞ്ഞ് പാടും സ്വാമി. അതൊരു വേറെ ഏതോ ഒരു പ്ലാനറ്റിലുള്ള അവരൊക്കെ, അതാണ് ദൈവങ്ങൾ നമുക്ക്. അതേ ഉള്ളൂ, വേറൊന്നും പറയാനല്ല. വേറെ